നമ്മൾ കണ്ണൂരിനായിട്ട് കൂടി കണ്ണൂർ കൈത്തറീനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞതും പഠിച്ചതൊക്കെ നമ്മൾ ഗ്രാജുവേഷൻ പ്രോജക്റ്റ് ഫൈനൽ ഇയർ ആയിരുന്നു. അന്നേരം നമ്മൾ കണ്ണൂർ കൈത്തറിയിലായിരുന്നു പ്രോജക്റ്റ് ചെയ്തതും. അതിന് നമുക്ക് അന്ന് ആ ഇയർ ബെസ്റ്റ് പ്രോജക്റ്റ് അവാർഡ് കിട്ടി. ആ ഒരു സമയത്താണ് ഒരു ഫാബ്രിക് ഉണ്ടാക്കാൻ എത്ര ആൾക്കാർ അതിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുന്നുണ്ട്, ആ തൊഴിലാളികളുടെ ക്രാഫ്റ്റ്മാൻഷിപ്പ്, അവർ കഷ്ടപ്പാട് നമ്മൾ നോക്കുമ്പം ഒരു മോർ ദാൻ 90% ഓൾഡ് ഏജ് ആൾക്കാരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വീവിങ് പ്രോസസ്സ്. അപ്പം നമുക്ക് ഭയങ്കര സങ്കടം തോന്നി, കാരണം ഇവരോട് കൂടി ഇത് തീർന്നു പോകുമെന്നുള്ളൊരു ഫിയർ നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഹോണ്ടിങ് ആയിരുന്നു. അങ്ങനെയാണ് ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോട്ടിലാണ് യങ് ജനറേഷൻ ഇതിലേക്ക് കൂടുതൽ വന്നാൽ ഇതിന് കൂടുതൽ സ്കോപ്പ് ഉണ്ട്. അതുവഴി നമുക്ക് ഇവർക്ക് കൂടുതൽ ഓർഡേഴ്സ് കൊടുക്കാൻ പറ്റും, കൂടുതൽ എന്താ പറയുക വീവിങ് ഓർഡേഴ്സും കൂടുതൽ തൊഴിൽ കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു തോട്ട് നമുക്ക് വന്നത്. അപ്പം ആ ഒരു സമയത്ത് എന്ന് വെച്ചാൽ നമുക്ക് ഇതെങ്ങനെ യങ്സ്റ്റേഴ്സിൽ എത്തിക്കാമെന്നായിരുന്നു. കാരണം നമ്മൾ നോക്കുമ്പോൾ നമ്മളത് യൂസ് ചെയ്യാൻ തുടങ്ങി, അതിൻ്റെ കംഫർട്ടും ക്വാളിറ്റിയും അന്നേരം നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇത്രയും നല്ല പ്രോഡക്റ്റ്സ് നമ്മുടെ നാട്ടിലുണ്ടായിട്ട് ഇതെന്തുകൊണ്ട് പുറത്താരടുത്തും എത്തുന്നില്ല, ആൾക്കാർ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല, വെയർ ചെയ്യുന്നില്ല. അപ്പം നോക്കുമ്പോൾ അവിടെ ഒരു ഡിസൈൻ വാക്യൂം നമുക്ക് മനസ്സിലായി. അതായത് നമ്മളിപ്പോൾ പുറത്ത് ലൈക്ക് എന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ അത് ഭംഗിയുണ്ടോയെന്ന് കൂടി നോക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും പേർച്ചേസ് ചെയ്യുള്ളൂ. അപ്പം അത് അവിടെ നമ്മൾ കണ്ണൂർ പ്രോഡക്ട്സ് ലാക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് തോന്നി. അപ്പം ആ ഒരു വാക്യൂം ഫില്ല് ചെയ്താൽ കൂടുതൽ ആൾക്കാർ ഇത് വാങ്ങിക്കും, ആൻഡ് അത് ത്രൂ ഇവർക്ക് കൂടുതൽ ബെനിഫിറ്റഡ് ആവും നമുക്ക് മനസ്സിലായി. പിന്നെ നമ്മൾക്ക് കുറച്ച് കണ്ണൂർ സ്പിരിറ്റ് കുറച്ച് കൂടുതലായിരുന്നു അന്നേരം. അപ്പോൾ കണ്ണൂരിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാധനത്തിലാണ് നമുക്ക് ഓക്കെ ഒരു ബ്രാൻഡ് തുടങ്ങാം, നമ്മളിതിനെ സേഫ് ഗാർഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളിതിനെ സപ്പോർട്ട് ചെയ്യണം, നമ്മളെ നാട്ടിലെ സാധനം. അതൊക്കെ ഭയങ്കര ഓവറായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരുന്നു. ഇത് ഒരു ബ്രാൻഡ് തുടങ്ങണോ, നമുക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നമ്മൾ നിൽക്കുന്നുണ്ടായേ. അങ്ങനെ നമ്മൾ ആക്ച്വലി ഡിസൈഡ് ചെയ്തത് നമ്മൾ കോളേജ് പ്ലേസ്മെൻറ്റിൻ്റെ ഡേ ആണ്. നമ്മൾ 3rd റൗണ്ട് ഇൻ്റർവ്യൂവിലേക്ക് സെലക്ട് ആവുന്നു. അപ്പം നമ്മളിങ്ങനെ ഭയങ്കര ടെൻഷനിൽ നമ്മൾ പ്രൊഫസർ അഭിലാഷ് സാറിനെ വിളിക്കുന്ന, സാർ ഇനിയിപ്പോൾ ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു 2 ഇയേഴ്സിലേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് മനസ്സിൽ ഇങ്ങനെ ഭയങ്കരമായിട്ടൊരു ആഗ്രഹമുണ്ട്, അപ്പോൾ എന്താ വേണ്ടതെന്ന് വയ്ക്കുന്നത്. സാർ പറഞ്ഞു നിങ്ങളൊന്നും നോക്കണ്ട, നിങ്ങൾ തിരിച്ചു വാന്ന് പറയുന്നത്. അപ്പോൾ മക്കൾ രണ്ടാളും ജോലിയെല്ലാം കിട്ടി തിരിച്ചു വരുന്ന പ്രതീക്ഷിക്കുന്ന വീട്ടിലേക്ക് നമ്മൾ പോകുന്നതാണ്. നമ്മൾ ജോലിക്ക് പോകുന്നില്ല, ബിസിനസ് തുടങ്ങുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒബ്വിയസ്ലി മിഡിൽ ക്ലാസ് ഫാമിലി, 2 പേരുടെയും പാരൻസ് അധ്യാപകരാണ്, ബിസിനസ്സിൻ്റെ യാതൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. എന്നിട്ട് പോലും അന്ന് അവർ നമുക്ക് തന്ന സപ്പോർട്ട് ഭയങ്കര പറയാൻ പറ്റാത്ത സപ്പോർട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ ബിസിനസ് തുടങ്ങി. ബിസിനസ് എന്താണെന്ന് അറിയാണ്ട് ബിസിനസ് തുടങ്ങിയതിൻ്റെ വളരെയേറെ ബുദ്ധിമുട്ട് ആദ്യത്തെ വർഷങ്ങളിൽ അനുഭവിച്ചു. പക്ഷേ എന്നിട്ടും നമ്മളന്ന് പിന്തിരിയാഞ്ഞിരുന്നത് ഈ കണ്ണൂരിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. ഇന്ന് നമ്മൾ ഇത്രയും വർഷം കഴിഞ്ഞ് ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ 2 പേരല്ല, ഒരു കമ്മ്യൂണിറ്റിയാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ എല്ലാ തുണിത്തരങ്ങളും കൈത്തറിയിൽ മാത്രം ചെയ്തതാണ്. അതുപോലെ നമ്മുടെ എല്ലാ എംബ്രോയിഡറിയും കണ്ണൂരിൽ തന്നെയുള്ള ചേച്ചിമാർ അവരുടെ വീട്ടിൽ നിന്നിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പ്രൊഡക്റ്റിലും ആരാണ് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത് എന്ന ടാഗ് ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ സൂയി എന്ന് പറയുന്നത് നമ്മളെല്ലാം ഒരു ടീമാണ്. അപ്പോൾ സൂയിയുടെ വലങ്കയായ ഫർസി, സൂയി എന്ന ആശയം വന്നപ്പോൾ മുതൽ നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ വരെ നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത റിംജു ഏട്ടൻ, നമ്മളെ സ്വന്തം ഷാനിക്ക ഇവിടെ വന്നിട്ടുണ്ട്, പിന്നെ സ്മൃതി, അസീം സാർ ഇവിടെ വന്നിട്ടുണ്ട്. ലേറ്റ് വിളിച്ചിട്ടാണ് സാറ് ഭയങ്കര സപ്പോർട്ട്, നമ്മളെല്ലാ പ്രോഡക്ട്സും വാങ്ങിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി, കാരണം പെൺകുട്ടികൾ ബിസിനസ് തുടങ്ങി കല്യാണം കഴിച്ച് കഴിയുമ്പോഴേക്കും അവരുടെ സപ്പോർട്ടും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ 2 പേരും ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ അവാർഡ് തന്നതിന് കൈരളിയുടെ ഒന്നും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുന്നു. Thank you so much. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി, ഇന്ത്യയുടെ അഭിമാന സ്ഥാപനം. നിഫ്റ്റിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ സ്വപ്നം ലോകത്തിന്റെ ഫാഷൻ വിപണി. എന്നാൽ കണ്ണൂരിലെ നിഫ്റ്റിന്റെ കുട്ടികൾ ഹിബയും കൃഷ്ണയും വേറിട്ട ഒരു സ്വപ്നമാണ് കണ്ടത്. പഠിച്ച ശാസ്ത്രവും കലയും വിപണി അറിവും പഠിപ്പിച്ച നാടിന് തിരിച്ചു കൊടുക്കാനായിരുന്നു ആ പെൺകുട്ടികളുടെ ധീര നൂതനമായ തീരുമാനം.
അങ്ങനെ സൂയി പിറന്നു. കണ്ണൂരിന്റെ കൈത്തറി പെരുമ നമുക്കെല്ലാം അറിയാം. നാടിന്റെ സ്വന്തം തുണികൾക്ക് അത്യാധുനിക പുനർജന്മം കൊടുക്കുന്ന ദൗത്യം സൂയി ഏറ്റെടുത്തു. നാട്ടിൽ നെയ്യുന്ന തുണികൾ നാട്ടിൽ തുന്നി ചിത്രപ്പണി ചെയ്ത് ആഗോള നിലവാരമുള്ള ഉടുപ്പുകളാക്കി സൂയി രംഗത്ത് വന്നു. കേരളത്തിന് കോടി വസ്ത്രങ്ങളുടെ കൂടി ഉത്സവമാണ് വിഷു. 2018 വിഷുവിന് സൂയിയുടെ വ്യത്യസ്ത വേഷങ്ങൾ പുറത്തു വന്നു. സംസ്ഥാന സർക്കാരിന്റെ വാർഷിക ആഘോഷത്തിന് വേദി സൂയിയുടെ ഫാഷൻ ഷോയുടെ സമുദ്ഘാടന വേദി കൂടിയായി. ഉണ്ടാക്കിയ വസ്ത്രങ്ങൾ മുഴുവൻ വാങ്ങി ആ വിഷുക്കാലം സൂയിയെ ഏറ്റെടുത്തു. പിന്നാലെ പ്രളയവും കോവിഡും വെല്ലുവിളികളായി. സൂയിയുടെ സ്റ്റിച്ചിങ് യൂണിറ്റിൽ വെള്ളം കയറി. വലിയ നഷ്ടമുണ്ടായി. പക്ഷേ ഹിബയും കൃഷ്ണയും തുഴഞ്ഞു കയറി. ഏഴ് സൂയി വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. സ്വന്തം ദൃഢനിശ്ചയങ്ങൾക്ക് സൂയി കസവ് കരയിടുന്നു. സൂയി ഒരു വ്യാപാര വിജയ മാതൃക മാത്രമല്ല, സാമൂഹിക സന്ദേശ മാതൃക കൂടിയാണ്. വീട്ടിലിരുന്ന് നെയ്യുന്ന തയ്ക്കുന്ന സ്ത്രീകളുടെ പ്രകാശന വേദിയാണ്. സൂയിയിലെ സ്ത്രീ സാന്നിധ്യം 90% വരും. 20 കൈത്തറി സംഘങ്ങളുടെ തുണിയെടുക്കുന്നു. 30 തയ്യൽ അലങ്കാര തുന്നൽ കലാകാരികൾക്ക് ജോലി നൽകുന്നു. അഭിമാന ആഹ്ലാദങ്ങളോടെ ഞങ്ങൾ വിളിച്ചു നിർത്തുന്നു. അംഗീകാരത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് മലയാളക്കരയുടെ ഈ പൊന്നോമന പുത്രിമാരെ. ഹർഷാരവങ്ങൾ മുഴങ്ങട്ടെ. കോടികളുടെ തിളക്കമുള്ള കരിയറിന്റെ സ്വർഗവാതിൽ തുറന്നു കിടന്നിട്ടും നാടിന്റെ കോടിത്തുണിയെ സ്നേഹിച്ച ഈ പെൺകുട്ടികൾക്കായി നാട്ടിലെ പാവങ്ങളുടെ വ്യവസായത്തിനും വീട്ടിൽ അടുപ്പ് വെളിച്ചം പോലെ ഒതുങ്ങിപ്പോകുമായിരുന്ന വിദഗ്ധ കലാകാരികൾക്കും വേണ്ടി സ്വന്തം സംരംഭം നീക്കിവെച്ച ഈ വാണിജ്യ പ്രതിഭകളെ, യുവ സംരംഭകർക്കുള്ള കൈരളി ജ്വാല പുരസ്കാരം ഹിബയ്ക്കും കൃഷ്ണയ്ക്കും.